ഞങ്ങളെ ഈ ഗ്രാമം കാണിക്കുന്നത് സുഹൃത്ത് അറിയാത്ത മുഹമ്മദ് അലി മാഷാണ്. ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ കൊല്ലങ്കോടിനടുത്താണ് താമസം. ഒപ്പമുള്ള യാത്രികരാണ് ഇവര്. ചെല്ലപ്പൻചേട്ടൻ്റെ ചായക്കട. സഞ്ചാരികളിവിടെ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. തനി നാടൻ ഗ്രാമീണ ചന്തമുള്ള കട. കിടക്കി ഇരിക്കി ഇതാണ് പെരിങ്ങാട്ടുശ്ശേരി കളപ്പുര. കളപ്പുരയുടെ അകം വശത്തേക്ക് നീങ്ങുകയാണ്. ഇതാണ് നെല്ല്. പറ ഇവിടെ ഉണ്ട്. പറ, മുറം, ഇടങ്ങഴി ഒക്കെ ഇവിടെ കൂട്ടി വച്ചിരിക്കുന്നു. പഴയ കാലത്തെ കൃഷി രീതിയും പിന്നെ സംഭരണ രീതിയൊക്കെ ഇവിടെ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. കുട്ടികൾ തീർച്ചയായും കാണേണ്ട സ്ഥലമാണിത്. നമ്മൾ നെല്ല് മെതിക്കണമെങ്കിൽ പിന്നെ കല്ല് വേണമല്ലോ, പാറക്കല്ല്. ഇതൊരു പാറ പ്രദേശം തന്നെയാണ്. അവിടെ തന്നെയാണ് കളപ്പുരയും കളമുറ്റവും. നെല്ല് കുത്താനുള്ള സംവിധാനം വരെ ഇവിടുത്തെ സംവിധാനം വരെ ഈ പാറപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കളപ്പുരയോട് ചേർന്നുള്ള വയൽ പല ഭാഗവും ഇപ്പം മാവിൻ തോട്ടമാക്കി മാറ്റുകയാണ്. ഈ കളപ്പുരയോട് ചേർന്ന് ഇവിടെ കാണുന്ന ഇത് നെല്ലല്ല, പതിരാണിത്. നെല്ല് പാറ്റി കിട്ടുന്ന പതിരാണ് ഇവിടെ കളപ്പുരയുടെ പുറകുവശത്ത് കൂട്ടിയിട്ടതാണ് ഈ കാണുന്നത്. എന്തുകൊണ്ടും കുട്ടികളെ കാണിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ പെരിങ്ങാട്ടുശ്ശേരി കളം. വളരെ മനോഹരം. കളമുറ്റത്ത് പതിര നീക്കിയ നെല്ല് കളപ്പുരയിലേക്ക് കോരി നടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കളപ്പുരയാണിത്. എത്ര ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു? 9 ഏക്കർ സ്ഥലമുണ്ട്. ഇപ്പോഴും നിങ്ങളത് നിലനിർത്തുന്നത് ഇപ്പം ലാഭമാണോ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കുന്നത്? ആ, പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക. ഒന്നും കിട്ടുന്നില്ല. ഇപ്പം നെല്ല് മാത്രമാണോ അല്ലെങ്കിൽ ഇപ്പം കാണുന്ന മാവിൻതോട്ടൊക്കെ കാണുന്നത്? മാവുണ്ടല്ലേ. മാവ് കൃഷിയിലേക്ക് മാറിയോണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങ് കിട്ടിയാലേ അവർ ശരിക്കും പൈസ തരില്ല, അല്ലെങ്കിൽ കുറച്ച് പൈസ പിടിക്കും. അത് ശരിയോ? വല്ല ലാഭം ഉണ്ടോ? ലാഭം നോക്കിയിട്ടല്ല. ചിങ്ങഞ്ചിറ കുറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം. ഇവിടുത്തെ പ്രകൃതി തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ മനോഹാരിത. ഈ ക്ഷേത്ര പരിസരത്ത് ധാരാളം വേരാൽ മരങ്ങളുണ്ട്. ഇവിടെ ബലി കൊടുക്കുന്നത് കോഴിയും ആടുമൊക്കെയാണ്. ഈ ക്ഷേത്രത്തിൽ കാണിക്കയായിട്ട് സമർപ്പിച്ചിരിക്കുന്ന പല വസ്തുക്കളാണ് അവിടെ കാണുന്നത്. കിടക്ക, വീട്, തൊട്ടില തുടങ്ങിയ പല വസ്തുക്കളും കാണിക്കയായി സമർപ്പിക്കാറുണ്ട്.